ഞങ്ങളുടെ വീടിൻ്റെ ദുബായിലെ ഞങ്ങൾ ഷാർജയിലായിരുന്നു താമസിച്ചിരുന്നത്. അവിടെ നിന്ന് ദുബായിലേക്ക് മാറി എൻ്റെ മോളും മോനും. ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ദൃശ്യമാണ് ഈ കാണുന്നത്. വലിയ ഭംഗിയൊന്നുമില്ല. കുറേ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട്. ഇങ്ങോട്ടൊക്കെ നോക്കി ഇവിടെയൊക്കെ ബിൽഡിങ്സുകളാണ്, ഫ്ലാറ്റുകളാണ്. എല്ലാം മൂന്ന് നിലകളുള്ളതാണ് കേട്ടോ. അപ്പാർട്ട്മെൻറ്റ് പോലെയുള്ളതാണ്. മറ്റേ ഷാർജയുടെ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോഴുള്ള അത്രയും ഭംഗിയില്ല. അത്രയും ടൗണിൻ്റെ നടുക്കുമല്ല ഇത്. പക്ഷേ ദുബായ് ആണ്. കുറച്ചുള്ളിലേക്ക് മാറിയിട്ടാണെങ്കിലും ഓഫീസിൽ പോകാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ മോള് ഇങ്ങോട്ട് മാറിയതാണ്. അല്ലെങ്കിൽ അവൾക്ക് ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടി വരും. അവർക്ക് രണ്ടുപേർക്കും ബുദ്ധിമുട്ടാണ്. രണ്ടുപേരും ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഷാർജയിൽ റെൻറ്റ് ഇച്ചിരി കുറവാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ 11:30 കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ സമയം 11:30 മണി കഴിഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ തുണികൾ വാഷിംഗ് മെഷീനിൽ കിടന്നിരുന്ന് എടുത്തിടുകയായിരുന്നു. നാളെ വർക്കിംഗ് ഡേ അല്ലല്ലോ. അപ്പോൾ 2 ദിവസം നാഷണൽ ഡേയുടെ പ്രമാണിച്ച് ഒഴിവുണ്ട്. അപ്പോൾ എങ്ങോട്ടെങ്കിലും പുറത്തേക്ക് 2 ദിവസത്തെ ഔട്ടിങ്ങിന് പോകാം എന്ന് വിചാരിച്ചിരിക്കുന്നു. അത് കാരണം ഉള്ള തുണിയെല്ലാം കൂടി കഴുകി ബാൽക്കണി കൊണ്ടുവന്ന് വിരിച്ചതാണ്. ഞാൻ എന്താണെന്ന് പറയാൻ വന്നേ, നേരത്തെ എൻ്റെ കുഞ്ഞുമോൻ, എൻ്റെ പേരക്കുഞ്ഞ് മൂത്തയാൾ ഉറങ്ങുമ്പോൾ മിക്കവാറും 3 മണിയൊക്കെ ആവും. അപ്പോഴും ഇതുപോലെ തന്നെ സജീവമായിരിക്കും ഈ നിരത്തുകൾ കേട്ടോ. അപ്പോൾ ഞാൻ ഓർക്കും, അതിലൂടെ ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ വാഹനത്തിൻ്റെ ഉള്ളിലും ഓരോ മനുഷ്യർ എന്ന് വെച്ചാൽ അവർക്കുടെ കുടുംബം, നാട്ടിൽ കാത്തിരിക്കുന്ന കുടുംബം, അവർ ഈ ഉറക്കമൊളിച്ചിരുന്ന് വർക്ക് ചെയ്യണ ഓർക്കുമ്പോൾ ഒരുപാട് സങ്കടം തോന്നും, ഒരുപാട് വിഷമം തോന്നും. നാട്ടിലിരിക്കുന്നവർ ഇതൊന്നും അറിയുന്നില്ലല്ലോ. ഇതാ കാണുന്നത് ഒരു ബസ് സ്റ്റോപ്പാട്ടോ. ബസ്സാണ് ഇതാ പോകുന്നത്, ഇവിടുത്തെ ബസ്. ഈ കാണുന്നത് ബസ് സ്റ്റോപ്പാണ്. 2 ഇതുപോലെ കാണാം. അതിന് ഫ്രണ്ടിൽ നിന്ന് കാണാൻ നല്ലതാണ്. AC ആണത്. ഇവിടെ പിന്നെ എല്ലാം AC ആണല്ലോ, കാരണം ചൂട് അത്രയുണ്ടല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നെൻ്റെ വീഡിയോ. അപ്പോൾ ഞാനിത് ഇവിടെ വെച്ച് നിർത്തുവാണ്. ഓരോ മനുഷ്യരുടെയും കഷ്ടപ്പാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ടാവും. ഓക്കെ, ബായ്.